ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ പുതിയ ഒരു ഗാർഡനാണ് കാണിക്കുന്നത്. നമ്മളെ വാടാനപ്പള്ളി, തൃശ്ശൂർ വാടാനപ്പള്ളിയുള്ള മോഹനേട്ടൻ്റെ ഗാർഡനാണിത് കേട്ടോ. ഇവിടുത്തെ ഗാർഡനിലെ ചെടികളൊക്കെ ഒന്ന് കണ്ടു നോക്കി. നല്ല ഹെൽത്തിയായ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പൂക്കളും മുട്ടുകളും ഉള്ള പ്ലാന്റുകൾ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇവിടുത്തെ വളങ്ങളും ഇവിടുത്തെ വളം കൊടുക്കുന്ന രീതികളും എല്ലാ കാര്യങ്ങളും മോഹനേട്ടന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും പ്ലാന്റ് ഹെൽത്തിയായി നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് വളമാണ് മോഹനേട്ടൻ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മളോട് മോഹനേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിക്കീസ് തൊട്ടിട്ട് വലിയ പ്ലാന്റായി വളർത്തുന്നത് വരെ, മുട്ടിടുന്നത് വരെ ആ പ്ലാന്റിന് എന്തെല്ലാം പോഷകങ്ങൾ വേണോ അതെല്ലാം കറക്റ്റായിട്ട് മോഹനേട്ടന് ഒരു ക്ലാസ് തന്നെ ഈ വീഡിയോയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒരു ഓർക്കിഡ് വളർത്തുന്ന ഒരാൾക്ക് വേണ്ട എല്ലാ അറിവുകളും ഈ ഒരു വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക. മോഹനേട്ടൻ്റെ ചെടികളൊക്കെ ഒന്ന് കണ്ടു നോക്കി. എല്ലാം നല്ല ഹെൽത്തിയാണ്, നല്ല വലിയ പ്ലാന്റുകളാണ്. എല്ലാം നല്ല എന്താ പറയുക, അതിൻ്റെ ലീഫൊക്കെ കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഒന്നിനൊരു ഡാമേജോ പുള്ളിയോ കുത്തോ ഒരു മഞ്ഞപ്പോ ഒന്നുമില്ലാത്ത നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് മോഹനേട്ടൻ്റെ പ്ലാന്റുകൾ. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങാൻ പറ്റുന്നവർക്കാണ് ഇത് വാങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ കൊറിയർ ഇല്ല. അപ്പോൾ ഇതിന് കൊടുക്കുന്ന വളങ്ങളും ഇതിൻ്റെ രീതികളും എല്ലാം മോഹനേട്ടൻ നമുക്ക് വൃത്തിയായിട്ട് ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇതൊരു കസ്റ്റമർ വന്നതാണ് കോഴിക്കോടുള്ള. അവർക്ക് അവർ പ്ലാന്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മോഹനേട്ടൻ അവർക്ക് വിശദമാക്കി കൊടുക്കുകയാണ് കേട്ടോ. അതാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. ഞാൻ ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് എടുക്കുകയാണ്. ഇത് നല്ല അടുക്കോടും ചുറ്റോടും കൂടിയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഇതിൽ വെച്ചിട്ടുണ്ട്. അതന്നെ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ മോഹനേട്ടൻ്റെ ഗാർഡനാണ് ഞാൻ നിങ്ങൾക്ക് ഈ വിശദമായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. ഫുള്ള് ഗാർഡനും ഞാൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം മോഹനേട്ടൻ്റെ ക്ലാസ് നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ ഒരു പുതുതായി വളർത്തുന്ന ഒരാൾക്ക് ഈ ക്ലാസ് കേട്ടാൽ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. അത് റീപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വരെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചകിരി മുറിച്ചിട്ട് കാണിക്കുന്നതും അതിൻ്റെ മെഷീനും കാണിക്കുന്നുണ്ട്. പിന്നെ റീപ്പോർട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ബിഗ് പോട്ടിലെ ചകിരി മാറ്റി പോട്ട് ചെയ്യണോ എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് മോഹനേട്ടൻ ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗാർഡൻ കണ്ടതിന് ശേഷം മോഹനേട്ടൻ്റെ ക്ലാസ് ഒന്ന് കേൾക്കാം കേട്ടോ. പ്ലാന്റുകളൊക്കെ ഒന്ന് ശരിക്ക് കണ്ടോളൂ. പൂവ് വരുമ്പോൾ തന്നെ എല്ലാവരും എടുത്തുകൊണ്ട് പോവുകയാണെന്നാണ് പറയുന്നത് കേട്ടോ. പൂവുള്ള പ്ലാന്റുകളൊക്കെ കസ്റ്റമർ വരികയാണെങ്കിൽ ആ പൂവുള്ള പ്ലാന്റുകളൊക്കെ അപ്പം തന്നെ എടുത്ത് കൊണ്ടുപോവുകയാണെന്നാണ് പറയുന്നത് അവർ കേട്ടോ. അപ്പോൾ ഒരുവിധം പ്ലാന്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി ഒരുപാട് പ്ലാന്റുകൾ കാണിക്കാനുണ്ട്. വലിയ വീഡിയോ ആവുമെന്ന് കരുതിയിട്ട് അതൊക്കെ ഞാൻ ചുരുക്കി കാണിക്കുകയാണ് കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം ആ മോഹന ഗാർഡനിൽ പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ അറിവുകളും മോഹനേട്ടൻ പറഞ്ഞു തരും. അതിന് നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ പ്ലാന്റിന് എന്തൊക്കെ കേടുകളുണ്ടോ അതെല്ലാം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് മോഹനേട്ടൻ പറഞ്ഞുതരും. മോഹനേട്ടൻ്റെ രീതി ജൈവവള രീതിയല്ല, പിന്നെ രാസവള രീതിയാണ്. ജൈവവളങ്ങൾ മോഹനേട്ടൻ അങ്ങനെ കൊടുക്കലില്ല. കൊടുക്കണീന് വിരോധമില്ല എന്നാണ് പറയുന്നത്. രാസവളമാണ് മോഹനേട്ടൻ കൊടുക്കുന്നത് എന്നാണ് മോഹനേട്ടൻ പറയുന്നത് കേട്ടോ. ചട്ടിയിൽ പോട്ട് ചെയ്തതൊക്കെ ഉണ്ട് കേട്ടോ. അതുണ്ടല്ലേ വലിയ പ്ലാന്റായിട്ട് നിൽക്കുന്ന ചട്ടിയിൽ പോട്ട് ചെയ്തതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇതേപോലെ വേണമെങ്കിൽ വാങ്ങിച്ച് കൊണ്ടുപോകാം കേട്ടോ. നല്ല പ്ലാന്റുകളാണ്. സീഡ്ലിങ് തൊട്ടിട്ട് വലിയ പ്ലാന്റുകൾ വരെ ഉണ്ട്. ഇങ്ങനെ ഇതൊക്കെ എങ്ങനെയാണ് പോട്ട് ചെയ്യണതെന്നും എന്തൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടി ചെയ്യേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ. നമ്മളതൊന്ന് കേൾക്കുക. ഇവിടെ വേറൊരു ഐറ്റം ചെടി ഉണ്ട് കേട്ടോ. അതിൻ്റെ പേര് പറഞ്ഞു തന്നിരുന്നേ. ഇപ്പോൾ അതെനിക്ക് ഞാൻ ഓർക്കുന്നില്ല. ഞാനതൊന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ചെടി ഉണ്ട് ഇവിടെ. അതായത് ഇതിന് വേറൊരു പേരാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനത്തെ ഒരു ചെടി ഉണ്ട് അവിടെ. പിന്നെ പ്ലാന്റുകളൊക്കെ നല്ല ഉഷാറ് പ്ലാന്റുകൾ തന്നെ. പിന്നെ നല്ല അടിപൊളി വാൻഡുകളുണ്ട്. ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടോട് കൂടിയ വാൻഡുകളുണ്ട് ഇവിടെ കേട്ടോ. കാണില്ലേ? പ്ലാന്റുകളൊക്കെ ഉഷാറാണ്.
യാതൊരു കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വളം, ഈ കൊടുക്കുന്ന വളങ്ങളും അതിൻ്റെ രീതികളും നമുക്കൊന്ന് മോഹനേട്ടൻ പറയുന്നത് കേൾക്കാം. ഓർക്കിഡ് വളർത്തുന്ന ഒരാൾക്ക് ഈ ക്ലാസ് കേട്ടാൽ ഒരിക്കലും നഷ്ടാവില്ല കേട്ടോ. ഒന്ന് കേട്ട് നോക്കുക. മോഹനേട്ടാ, ഇവിടുത്തെ ഈ ചെടികളൊക്കെ നല്ല ഉഷാറിലും നല്ല കരുത്തോടും കൂടി നിൽക്കുന്നുണ്ടല്ലോ. ഈ ചെടികൾ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണോ അതോ ഇവിടെ നിങ്ങൾ വളർത്തുന്നതാണോ? ചെടികൾ പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ആ ചെടികൾക്ക് എവിടെ നിന്ന് വന്ന ചെടിയായാലും അതിന് ഒരു മരുന്ന് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കയറ്റുള്ളൂ. അതായത് സാധാരണ ചെടികൾ മഞ്ഞളിപ്പ്, ഇലവാട്ടം, ഇല കൊഴിഞ്ഞു പോകുന്ന രോഗങ്ങൾ സാധാരണ എവിടെ നിന്ന് എടുത്താലും മരുന്നുണ്ട്. അത് എൻ്റെ തോട്ടത്തിൽ ഈ കയറ്റും മുമ്പായിട്ട് അതിനുള്ള മരുന്നടിക്കും. ആദ്യം മരുന്നടിക്കും. ആ മരുന്ന് അടിച്ച ശേഷം ഞാൻ എൻ്റെ റാക്കമിൽ കയറ്റിക്കുള്ളൂ. അത് ഇങ്ങോട്ട് തോട്ടത്തേക്ക് കയറ്റണീൻ്റെ ഇടയ്ക്ക് അടിച്ചിട്ടാണ് കയറ്റുള്ളൂ. എല്ലാ ചെടികളും എടുത്തു വെച്ചിട്ട് അതിന് മരുന്ന് അടിച്ച ശേഷം ഞാൻ എൻ്റെ തോട്ടത്തിലേക്ക് കയറ്റും. അത് ഏത് മരുന്നാണ് നിങ്ങൾ കൊടുക്കല്? ആ മരുന്ന് കൊടുക്കുന്ന അമിസ്റ്റാർ എന്നുള്ള മരുന്നാണ് ഞാൻ കൊടുക്കുന്നത്. അമിസ്റ്റാർ. ആ മരുന്ന് വേണമെങ്കിൽ ഞാൻ കഴിച്ചു തരാം. ഇതിൽ ചേർന്നിട്ടുള്ള ഇതിൽ ചേരുവ അസോസ്കി സ്ട്രോബിനും ഡൈഫൻ കോൺസോളാണ്. ഈ മരുന്നാണ് നമ്മൾ സാധാരണ കൊടുക്കുക. ഈ മരുന്ന് കൊടുത്തതിന് ശേഷം ഞാൻ റാക്കമിലേക്ക് ചെടി കയറ്റുള്ളൂ. കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വളപ്രയോഗം ആരംഭിക്കും. എന്തൊക്കെയാണ് ആദ്യം കൊടുക്കുക? അതാണോ ഈ ചെടീൻ്റെ ഇത്രയും വലിയ കരുത്ത്? എല്ലാ ചെടിയും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. എന്ത് വളം കൊടുക്കുക നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയാണെന്ന് പറയാം. ചെടികൾക്ക് ആവശ്യമായത് എന്തോ ആണോ അതാണ് നമ്മൾ വളമായിട്ട് കൊടുക്കേണ്ടത്. നമ്മള് ജൈവവളം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കുറച്ച് നിങ്ങൾ പഴത്തൊലി കൊടുക്കാറുണ്ട്, പിന്നെ വേറെ എന്തൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിലടങ്ങിയ സാധനം ചെടിക്ക് കിട്ടുള്ളൂ. പക്ഷെ ഞാൻ കൊടുക്കുന്നത് രാസവളം ആണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ രാസവളത്തിന് ഒരു കൃത്യതയുണ്ട്. ഇത്ര അളവിലെടുക്കുക, അതിന്റെ ഡോസ് ഇത്രയാണ്. അപ്പൊ അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെടികളിലേക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് രാസവളം കൊടുത്തോളൂ, ഒരു അബദ്ധമില്ല. രാസവളം കൊടുത്താലാണ് പെട്ടെന്ന് ഏൽക്കുള്ളൂ. ആ സ്ഥലത്ത് മണ്ണിലാണെങ്കിൽ രാസവളം പ്രയോഗം ഒന്ന് കുറയ്ക്കാം. മണ്ണിൽ വലിയ ഗുണത്തിലേറെ ദോഷം ഉണ്ടാവുന്നുണ്ട്. ഈ ഓർക്കിഡുകൾക്കാണെങ്കിൽ മണ്ണിലത്തെ വളം എടുക്കാൻ കഴിയുന്നില്ല. രാസവളം രാസവളം കൊടുക്കുന്നുണ്ട് ഒരു അബദ്ധമില്ല, ചെടി നന്നായി നിൽക്കും. എന്തൊക്കെ രാസവളം നമ്മൾ വളർച്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്? രാസവളം നമ്മൾ കൊടുക്കുന്നത് മൂലകങ്ങളെ കണക്കൂട്ടിക്കൊണ്ടാണ്. 18 മൂലകളാണ് ഉള്ളത്. 18 മൂലകങ്ങളിൽ 10 മൂലകങ്ങൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ആ മൂലകളിൽ പ്രൈമറി സെക്കൻഡറി വന്നിട്ട് 5-3 എണ്ണം പോയി. ബാക്കി 2 എണ്ണം കൊടുക്കുന്ന അയേണും ബോറോണാണ്. അയേണും ബോറോണും കൂടാതെ നമ്മൾ കൊടുക്കുന്ന അമിനോ ആസിഡ് കൊടുക്കുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് അല്പം പ്രോട്ടീൻ ചേർന്നത്, അത് സീവീഡിന്റെ വളങ്ങൾ, സീവീഡ് ചേർന്നിട്ടുള്ള കടൽപ്പായലുണ്ടല്ലോ, കടൽപ്പായലിൽ നിന്ന് എടുക്കുന്ന ഒരു വളമുണ്ട്, അത് സീവീഡ് എന്ന് പറയുന്നത്. ആ വളങ്ങള് ചേർന്നത് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. അതിന് പ്രോട്ടീൻ ധാരാളം ഉണ്ട്. ആ വളം കൊടുക്കുക. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഈ വൈറ്റമിൻ ചെടിക്ക് ആവശ്യമാണ്. വൈറ്റമിൻ കൊടുക്കണം, നല്ലതാണ്. കൊടുത്തു നോക്ക്. അപ്പൊ കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വെച്ചാൽ മതി. പിന്നെ വളർച്ചയ്ക്ക് നമ്മളത് അങ്ങനെ കൊടുക്കും. അപ്പോൾ വേരും വളർച്ചയൊക്കെ വരും. പിന്നെ നമ്മളത് പിന്നെ മെച്ചോർഡായി കഴിഞ്ഞ് മുട്ടിടാനും പൂവിടാനും നമ്മൾ എന്താ കൊടുക്കുന്നത്? ഉണ്ട്. ഈ ചെടികൾ തന്നെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുക. കുഞ്ഞുങ്ങൾ, വളരെ ചെറുത്, പിന്നെ അതിൻ്റെ മേലെ, പിന്നെ പ്രായമായ ചെടികൾ. അപ്പോൾ അത് ബാല്യം, കൗമാരം, യവനം എന്നൊക്കെ പറയില്ലേ. യവനം വന്നതിന് ശേഷം യവനം വരുന്നതാണ് മെച്ചൂറാവുന്നത്. അപ്പോഴാണ് പൂവ് ഒക്കെ ഉണ്ടാവുന്നത്. ആ പൂവ് ഉണ്ടാവുന്നതിന് മുന്നേ ഏത് ചെടി കിട്ടിയാലും, കുഞ്ഞ ചെടി കിട്ടിയാലും ചെറിയ ചെടി കിട്ടിയാലും നമ്മൾ 19-19 ഉപയോഗിക്കുക. 19-19 അത് നമ്മൾ കുഞ്ഞുനാളിൽ തൊട്ട് നമ്മളൊരു 15 മാസക്കാലം വരെ അതന്നെ കൊടുത്താൽ മതി. അപ്പോൾ അതിലിപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ പൂവ്, 1-2 പ്രാവശ്യം പൂവ് വന്നു വരും. എന്നാലും നിങ്ങൾ നിർത്തണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 15 മാസം കഴിയുമ്പോൾ അത് നിർത്തണം. കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. കണ്ടിന്യൂ ചെയ്താൽ വെച്ചാൽ 19 കൊടുത്താലും 3-19 കിട്ടുന്നുള്ളൂ. അപ്പം ശരിയായ ആ കരുത്ത് നിലനിർത്തണമെങ്കിൽ നമ്മൾ ഇത് കുറയ്ക്കണം. നൈട്രജൻ കുറച്ചിട്ട് ഫോസ്ഫറസ്, പൊട്ടാസ്യം കൂട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ 13-27 നൈട്രജൻ വളർച്ചക്കുള്ളത് അത് കുറയ്ക്കുക. അതെ, ഓവർ നൈട്രജൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ദോഷം വെച്ചാൽ 19 നൈട്രജൻ ഉണ്ട്. ഈ നൈട്രജൻ ഓവർ ആയി കഴിഞ്ഞാൽ പൂവിന് വേണ്ടിയിട്ട് പൂവിന്റെ കൊലങ്കടി പറത്തിക്ക് വരുന്നത് 1 ഇഞ്ചോളം പറത്തിക്ക് വരും.
പിന്നെ അത് വിരിയൂല, അത് തയ്യായി മാറും. അപ്പൊ അത് പൊട്ടാഷിന്റെയും ഫോസ്ഫറസിന്റെയും കുറവുകൊണ്ടാണ്. അപ്പൊ വളർച്ച കുറച്ചിട്ട് നൈട്രജൻ കുറച്ചിട്ട് ഫോസ്ഫറസും പൊട്ടാഷും കൊടുത്താൽ മതി. അത് പ്രായപൂർത്തിയായ ചെടിക്ക്, മെച്ചൂറായ ചെടിക്ക് അതിന് കൊടുക്കുക. പിന്നെ നമ്മളിത് കിട്ടിയില്ലെങ്കിൽ 19 എല്ലായിടത്തും കിട്ടണമെന്നില്ല. കിട്ടാതെ വരികയാണെങ്കിൽ നിങ്ങൾ 30-10 കൊടുക്കുക. 30-10 കൊടുക്കുമ്പോൾ 6 മാസത്തിന് മേലെ കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ 30 നൈട്രജൻ ആ നൈട്രജന്റെ വളർച്ച അതൊരു ഓവർ ഗ്രോത്ത് ആണ് ഉണ്ടാവുന്നത്. അതിനനുസരിച്ചിട്ടുള്ള കരുത്ത് ഇതിൽ കിട്ടുന്നില്ല, പ്ലാന്റിന് കിട്ടില്ല. പൊട്ടാഷ്യം ഫോസ്ഫറസ് കുറവായതുകൊണ്ട് അതുകൊണ്ടാണ് 6 മാസം കൊടുത്താൽ മതി. 6 മാസം കൊടുത്ത് കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു നമ്മുടെ കൗമാരം പ്രായത്തിലെത്തിയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ 13-27 സ്റ്റാർട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. 13-27 കൊടുക്കുക. NPK വളം തന്നെയല്ലേ? അപ്പൊ ഇത് പ്രൈമറി ആയിട്ടുള്ളൂ. പ്രൈമറി ആയി കഴിഞ്ഞിട്ട് സെക്കൻഡറി വരെ കിടക്കുന്നത്. സെക്കൻഡറി കൂടി ചെന്നാലാണ് പ്രൈമറിയും കൂടി ശരിക്കും പ്രവർത്തിക്കുള്ളൂ. പ്രൈമറി എന്ന് പറഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. അതിൽ കാർബൺ, ഹൈഡ്രജൻ എടുക്കുന്നത് ചെടികളുടെ ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടി, സംശ്ലേഷണം നടക്കണ്ടേ, അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കാർബൺ, നൈട്രജൻ. ബാക്കിയുള്ളത് നൈട്രജൻ വളർച്ചയ്ക്ക്, ഉത്പാദനത്തിന്. ഫോസ്ഫറസ് വന്നിട്ടുണ്ടെങ്കിൽ ഫോസ്ഫറസ് കൊണ്ട് വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കോശത്തിൽ വേര് തൊട്ട് കൂടുതൽ വേരുണ്ടാവാൻ ഫോസ്ഫറസ് ആവശ്യമാണ്. അങ്ങനെ വേര് തൊട്ട് ഇല, കൊല പറത്ത് തള്ളി വരുന്നവരെ ഫോസ്ഫറസ് ആവശ്യമാണ്. ഓരോ വളർച്ച ഘട്ടത്തിലും ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അതുപോലെ തന്നെ പൊട്ടാഷ് ഉണ്ടെങ്കിലാണ് ചെടിയുടെ ആകാര ആ ബലത്തോട് കൂടിയിട്ട് സ്ട്രോങ് ആൻഡ് സ്ട്രെങ്ത് എന്നൊക്കെ പറയില്ലേ, ആ ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കൂടി കിട്ടിയാൽ നന്നാവും. ഫോസ്ഫറസ് കഴിഞ്ഞ് പൊട്ടാഷ് ചെയ്യുന്നത് വെച്ചാൽ ചൂട്ടത്ത് പൊട്ടാഷ് ഉണ്ടെങ്കിൽ പൊട്ടാഷ് അതിനെ പ്രൊട്ടക്ട് ചെയ്യും, ചൂടിനെ പ്രൊട്ടക്ട് ചെയ്യും. പൊട്ടാഷ് വളം കൊടുക്കുന്നത് ഇത് കൂടാണ്ട് ചെടിക്ക് കൂടുതൽ കരുത്തും വരും. ഉൽപാദനത്തിനും പൊട്ടാഷ് ആവശ്യമാണ്. പൊട്ടാഷ് കുറഞ്ഞു പോയാൽ മുരടിക്കും, പുതിയ കൂമ്പ് വരില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പ്രൈമറിയിൽ അത് പോയി. ഈ പ്രൈമറിയിൽ നമ്മൾ കൊടുക്കുന്ന ഈ പൊട്ടാഷ് പൂക്കാനുള്ളതല്ലേ? പൂവിന് പറഞ്ഞൊരു വളം നേരെ ആരുണ്ടാക്കിയിട്ടില്ല. എന്നാലും പൊട്ടാഷ് നമ്മൾ പൂക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്നതല്ലേ? അത് നമ്മുടെ ധാരണയാണ്. പൊട്ടാഷ് കൊടുത്താലാണ്, പൊട്ടാഷ് പൂക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ല. പൊട്ടാഷിലാണ് പൂവുണ്ടാവാന്നുള്ള ഒരു ശാസ്ത്രത്തിനും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ ധാരണ പൊട്ടാഷ് കൊടുക്കുന്നത് കരുത്ത് കിട്ടാൻ വേണ്ടിട്ടാ. കരുത്ത് കിട്ടാനാണ്. അപ്പൊ കരുത്ത് ഉണ്ടെങ്കിൽ ഇത് പൂക്കുള്ളൂ. കരുത്തുണ്ടെങ്കിൽ മെച്ചൂർ ആവുള്ളൂ. അല്ലാതെ പൊട്ടാഷ് പൂക്കാനെന്നുള്ളതല്ല. പൂക്കാനെന്നല്ല, ചെടി നല്ല കരുത്ത് വരാന്, യൗവനം നിലനിർത്താൻ, ആരോഗ്യകരമായ വളർച്ചയ്ക്ക് പൊട്ടാഷ് ആവശ്യമാണ്. യൗവനത്തെ നിലനിർത്താൻ അതന്നെ ഫോസ്ഫറസും പൊട്ടാഷും വളരെ ആവശ്യമുള്ളതാണ്. പൊട്ടാഷ് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂണ്ടാവുന്ന, പക്ഷെ ആവശ്യമാണ്. പൂണ്ടാവാനൊരു ഘടകമാണെന്നുള്ളത് ശരിയാണ്. കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ ചെടിക്ക് ആരോഗ്യം വന്നു, ആരോഗ്യകരമായ വളർച്ച വന്നു. ആ യൗവനത്തിന്റെ ആ ചുറുചുറുപ്പുണ്ടല്ലോ, ആ തുടിപ്പൊക്കെ ചെടികൾ നമുക്ക് നേരിൽ കാണാം. അപ്പൊ അതോടെ കാണുന്നുണ്ട്, നേരിട്ട് കാണുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾ നോക്കിയാൽ നല്ല ആരോഗ്യത്തോട് എടുക്കുന്ന 10, 20, 25 വയസ്സ് പ്രായത്തിലൊക്കെ ഒരു ചെറുപ്പക്കാരനെ നമ്മളെ എങ്ങനെ കാണാൻ ആരോഗ്യവാനായി കാണുന്നത്? അതാണ് യൗവനത്തിന്റെ തുടി കൊടുക്കുന്ന പറയുന്നത്. അത് ചെടികൾക്ക് ഉണ്ടാവണമെങ്കിൽ പൊട്ടാഷ് ആവശ്യമാണ്. ആ യൗവനം വന്നാലാണ് ഉൽപാദനം ഉണ്ടാവുന്നത്. അപ്പോൾ പൂണ്ടാവണമെങ്കിൽ യൗവനത്തെ നിലനിർത്തി കൊണ്ടുവന്നാൽ പൂ തണുത്താൻ വരും. ആ ചെടിയുടെ ധർമ്മമാണ് പൂണ്ടാവാന്നുള്ളത്. അപ്പോൾ പൂണ്ടാവാൻ അവനെ കരുത്തോടെ വളർത്തി എടുക്കുക. നിങ്ങൾ അങ്ങ് ചെയ്താൽ ഓനാട്ടാ. ഇപ്പൊ നിങ്ങൾ പ്രൈമറി അല്ലേ പറഞ്ഞേ, ഈ സെക്കൻഡറിയും കൂടി ഒന്ന് പറഞ്ഞതാണ്. സെക്കൻഡറി കൂടി ഞാൻ പറയാൻ പോവാണ്. അത് സെക്കൻഡറി എന്ന് പറഞ്ഞത് കാൽസ്യം, മാഗ്നീഷ്യം, സൾഫറാണ്. ഈ സെക്കൻഡറി കൂടി ചെല്ലുമ്പോഴാണ് ഈ പ്രൈമറി ആദ്യം കൊടുത്ത വളം കൂടി ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. കാൽസ്യം കൊടുക്കുമ്പോൾ തനിയെ മാത്രം കൊടുക്കുക. 10 ഗ്രാം കാൽസ്യം നൈട്രേറ്റ് 10 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ, എന്നിട്ട് നിങ്ങളുടെ മാസത്തിൽ 2 തവണ കൊടുക്കുക. കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുന്ന ഗുണങ്ങൾ, വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത് തന്നെ ചെടികളുടെ വേരിനെ സംരക്ഷിക്കുക, ഇലകളെ സംരക്ഷിക്കുക. ഇലകളിൽ വെച്ചാൽ ഇലകൾക്ക് വാർദ്ധക്യം ബാധിക്കാതെ. ഇത് കൂടാതെ പൂ പൂർണ്ണമായും വിരിയും. ഇലകളെ സംരക്ഷിച്ചു പൂവ് നന്നായി വിരിയും. ഇത് കൂടാതെ കൊളാജിയം ഉൽപ്പാദിപ്പിക്കാൻ കാൽസ്യം ആവശ്യമാണ്. കൊളാജിയം ഉണ്ടെങ്കിലാണ് കോശഭിത്തി നിർമ്മിക്കാനും അത് ബലപ്പെടുത്താനും
കോശ വിഭജനം നടന്നു കഴിഞ്ഞാൽ കോശങ്ങൾ അന്യോന്യം ബന്ധിപ്പിക്കാനും കൊളാജൻ ആവശ്യമാണ്. ഇത് കൂടാതെ എൻസൈമുകൾ ഉണ്ടാവാനും കാൽസ്യം ആവശ്യമാണ്. കൂടാതെ പ്രോട്ടീൻ ഉണ്ടാവാനും കാൽസ്യം സഹായിക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? മോനേട്ടൻ കൊടുക്കുന്ന വളം ഏതാ? അത് ഇവിടെ ഉണ്ടോ? അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കാൽസ്യം നൈട്രേറ്റ് ഇവിടെ ഉണ്ട്. കാണിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാൽസ്യം നൈട്രേറ്റ് ഇതാണ്. കാൽസ്യം നൈട്രേറ്റ് ഇതാണ് മോനേട്ടൻ ഇവിടെ കൊടുക്കുന്നത്. കമ്പനിക്കാരും ഉണ്ടാക്കുന്നുണ്ട്. ഇതിലൊരു കമ്പനിയുടെ പേരാണ് ഇപ്പൊ ഇത്. ഇത് നിങ്ങൾ എടുക്കുന്നില്ല, പല കമ്പനിക്കാരും ഉണ്ടാക്കുന്നുണ്ട്. ഇതാണിപ്പോ 10 ഗ്രാം എടുക്കുന്നത്. ഇത് 1 ലിറ്റർ വെള്ളത്തില് 10 ഗ്രാം. ആ വണ്ടി കയറ്റിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം കലക്കിയിട്ട് കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുക. ഇതാണ് സെക്കൻഡറി കൊടുക്കുന്നത്. മെഗ്നീഷ്യം സൾഫറും കൂടി പറയണം. അപ്പോഴത്തെ സെക്കൻഡ് മുഴുവനാവുള്ളൂ. ഇനി വേണ്ടത് നമുക്ക് വേണ്ടത് മെഗ്നീഷ്യവും സൾഫറാണ്. മെഗ്നീഷ്യം സൾഫർ വേറെ മേടിക്കാൻ കിട്ടും. അപ്പൊ വേറെ മേടിക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എപ്സം സാൾട്ട് കൊടുത്താലും മതി. എപ്സം സാൾട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒരു നുള്ളെടുക്കാനേ പാടുള്ളൂ മാഗ്നീഷ്യത്തിന്. മെഗ്നീഷ്യത്തിൽ അതിൽ സൾഫർ ഉണ്ട്. അതില് 80% മെഗ്നീഷ്യം, 16% സൾഫറാണ്. ഒരു നുള്ളെടുത്താൽ മതി. 4 ദിവസം കൂടുമ്പോൾ കൊടുക്കണതല്ലേ. നമ്മളൊരു നുള്ളെടുത്താൽ മതി, കൂടാൻ പാടില്ല. കാര്യം 1 ലിറ്റർക്കാണോ ഒരു നുള്ള്? ഒരു നുള്ള് നമ്മൾ 2 പേരിൽ കൊണ്ട് 1 ലിറ്റർക്കാണോ? 1 ലിറ്ററിലേക്ക് 4 ദിവസം എടുത്തിരിക്കും. അത് നമ്മള് എപ്സം സാൾട്ട് എടുത്തിട്ട് ഒരു നുള്ള് എടുത്തിട്ട് നമ്മള് NPK കൊടുത്തു. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഗ്നീഷ്യം വന്നിട്ട് പച്ച നിറം ഉണ്ടാക്കുന്നത് ഹരിതകം, ചെടികളുടെ ഹരിതകം ഉണ്ടാക്കലാണ് ചെയ്യുന്നത്. അതായത് ഈ ചെടികളിൽ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ ഇതിനെല്ലാം ചേർത്ത് പിടിച്ച്, അതായത് ക്രോഡീകരിച്ചിട്ട് ക്ലോറോഫിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ക്ലോറോഫിൽ ഉണ്ടെങ്കിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ. സംശ്ലേഷണം എന്നറിയില്ലേ, പാചകം ചെയ്യാന്ന് പറഞ്ഞു ചെടികൾ പാചകം ചെയ്യാൻ ഫോട്ടോസിന്തസിസ്. അത് നടക്കണമെങ്കിൽ ഈ ക്ലോറോഫിൽ വേണം. അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? വന്നു ഇത് കൊടുക്കണോട് കൂടി നടക്കും. അത് കൊടുക്കണം. അതാണ് ഈ മാഗ്നീഷ്യത്തിന്റെ പണി അതാണ്. പിന്നെ സൾഫർ വന്നിട്ടുണ്ട്. സൾഫർ ഒരു ഒന്നാന്തരം ഇതുണ്ടല്ല, എല്ലാ ഫംഗൽ രോഗങ്ങളെയും തടഞ്ഞു നിർത്താനാണ് സൾഫർ. അതിപ്പോ ഈ ഇതില് നടക്കും. എപ്സം സാൾട്ട് കൊടുത്താല് കൊടുത്താൽ പോരാ. നമ്മള് ഒരു മാസത്തില് ഒരു 15 ദിവസം കൂടുമ്പോ ഒരു 2 ഗ്രാം അഡീഷണൽ നമ്മൾ കൊടുക്കാം. അപ്പൊ ഈ ഫംഗൽ രോഗങ്ങളൊക്കെ അതിൽ നിന്ന് പോകുന്ന പറയുന്നത് പ്രധാനമായിട്ട് കുരുടിപ്പുണ്ടല്ലോ. ആ കുരുടിപ്പ് രോഗങ്ങൾക്ക് പോയി എപ്സം സാൾട്ട് കൊടുത്താലേ നല്ലൊരു അറിവാണ്. മാത്രമല്ല ചെടികളുടെ ഇലകളൊക്കെ ഉണ്ടല്ലോ, നല്ല പച്ചപ്പായിട്ട് നമ്മളിപ്പോ മരപ്പണി കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇലകളൊക്കെ ഉണ്ടാവും. അത്ര സൗന്ദര്യത്തോടു കൂടി നിൽക്കുന്നതാണ്. ഫംഗസ് പോകുന്നുള്ളത് ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു അറിവാണത്. എപ്സം സാൾട്ടില് ഇത് 2 കളർ ഉണ്ടോ? പിന്നെ മഞ്ഞയും വരും. മഞ്ഞക്ക് പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? മഞ്ഞളിൽ പ്രത്യേകത നമുക്ക് കിട്ടുന്നതൊക്കെ വെള്ളയാണ്. അതാ ഞാൻ ചോദിക്കുന്നത്. അതില് ചേരുവ എത്രയാന്നുള്ള ചോദിച്ചറിയാം. എവിടെന്നാ മേടിക്കുന്നത്, ഏതൊക്കെ ചേർന്നെന്ന് ചോദിക്കാം. എന്നാലും എപ്സം സാൾട്ട് കൊടുത്താലും നമ്മൾ മെഗ്നീഷ്യം കൊടുക്കണം. ഒരു 2 ഗ്രാം വെച്ച് കൊടുക്കണം. വേറെ കൊടുക്കണം, മെഗ്നീഷ്യം ആയിട്ട് കൊടുക്കണം. അതെ, മെഗ്നീഷ്യം അല്ല സൾഫർ. ഇത് മെഗ്നീഷ്യം നമ്മൾ എപ്സം സാൾട്ടിൽ ഉണ്ട്. 80% മെഗ്നീഷ്യം ഉണ്ട്. സൾഫർ അഡീഷണൽ വളരെ നല്ലതാണ്. മാസത്തിൽ 2 പ്രാവശ്യം കൊടുക്കണം അല്ലേ? ഇതിപ്പോ എന്തിനൊക്കെയാ പറഞ്ഞത് ഈ സാധനം കൊടുക്കുന്നത്? എപ്സം സാൾട്ട് കൊടുക്കുന്ന ഫംഗൽ രോഗങ്ങളെ അകറ്റി നിർത്തുന്നു. ഇത് കൂടാതെ കീടങ്ങളും അകന്ന് നിൽക്കും. ഇത് കൊടുത്താല് ഇത് അടിച്ചു കഴിഞ്ഞിട്ട് കീടങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ മടി. അത് ഇഷ്ടപ്പെടില്ല ഇങ്ങോട്ട് വരാൻ. ചെടീനെ അടിച്ചിട്ട് വരാൻ ഇഷ്ടപ്പെടില്ല. അതൊരു ചൊറിച്ചിലും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അവിടുന്ന് വഴി മാറി പോകും. അതാണ് ഇത്രയും പ്ലാന്റുകൾ ഇങ്ങനെ നല്ല ബുഷിയായിട്ട് നല്ല ചുടുചുടുക്കനെ നിൽക്കുന്നത്. ഇപ്പൊ മോനേട്ടൻ പറഞ്ഞല്ലോ ഫോട്ടോസിന്തസിസ്, അത് പറഞ്ഞ എന്താ? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞത് ഈ ഇലകള് പാചകം ചെയ്യാന്ന് അറിയില്ല. ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ പാചകം ചെയ്യുന്ന അടപ്പില സ്റ്റൗമിലൊക്കെയാണ് പാചകം ചെയ്യുന്നത്. ചെടികളിൽ പാചകം നടക്കുന്ന ഇലകളിലാണ്. ഇലകളിൽ പാചകം നടക്കണമെങ്കിൽ ഹരിതകം വേണം. ആ ഹരിതകം ഉണ്ടാവാനാണ് നമ്മൾ മെഗ്നീഷ്യം കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ക്ലോറോഫിലാണ് ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അതായത് അതിന് ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ കാർബൺ,
ആദ്യം പറഞ്ഞില്ല കാർബൺ ഹൈഡ്രജൻ പറഞ്ഞില്ല, കാർബണും ഹൈഡ്രജനും സ്വീകരിച്ച് പ്രകാശോർജത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ ഹരിതകം ഇലകളിൽ നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അങ്ങനെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുന്നത്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഈ സംശ്ലേഷണം കഴിയുമ്പോൾ നടക്കുമ്പോഴാണ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ മോനേട്ട ഇലകൾ പാചകം ചെയ്യണതിനെ പറ്റി ഇപ്പോൾ പറഞ്ഞു. ഇനിയിപ്പോൾ യൗവനത്തിലാണ് പൂവ് ഉണ്ടാവുക എന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് മോനേട്ട? ആ യൗവനത്തിലേക്ക് അത്ര ഉള്ളോ പൂവുണ്ടാവുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് എന്താണ് അതിന്റെ പേര്? അമിനോ ആസിഡ്. അമിനോ ആസിഡ് 22 അമിനോ ആസിഡാണ് ആകെ ഉള്ളത്. ഇന്ന് 21 അമിനോ ആസിഡ് ചേർന്ന വളങ്ങൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ അമിനോ ആസിഡുകൾ മേടിച്ചിട്ട് നമ്മൾ ഈ മാസം 2 തവണ കൊടുക്കണം. അപ്പോൾ അത് മേടിക്കുമ്പോൾ എവിടെ നിന്ന് മേടിക്കുന്നത് വെച്ചാൽ അവർ പറഞ്ഞു തരാൻ ഡോസേജ് എത്രയെന്ന് അവർ പറഞ്ഞു തരും. ആ ഡോസിൽ എടുക്കുക. സാധാരണ ഞാൻ കൊടുക്കുന്നത് ക്യൂൻറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ് അമിനോ ആസിഡ്. അതെ, ഇത് അമിനോ ആസിഡാണ്. ഇതിൽ 21 അമിനോ ആസിഡ് ഉണ്ട്. അപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ മാസം 2 തവണ കൊടുക്കുന്നു. ഇത് കിട്ടുവാൻ്റെ അഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അവരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇത് അയച്ചു തരുന്നുണ്ട്. അവർ അഡ്രസ്സ് അതുപോലെ എടുക്കുകയാണെങ്കിൽ അവർ അയച്ചു തരും. ആർക്ക് വേണമെങ്കിലും കിട്ടും, അയച്ചു കിട്ടും. മോനേട്ടാ അതുമാതിരി നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഈ എൻസൈമുകൾ അതെന്താണ്, ഒന്ന് വിവരിക്കാമോ? എൻസൈമുകളെ പറ്റി ഞാൻ പറയാം. എൻസൈമുകൾ ഉണ്ടെങ്കിലാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ പ്രോട്ടീൻ വളങ്ങൾ, അത് പിന്നെ വൈറ്റമിനൊക്കെ പറഞ്ഞല്ല, ഈ വൈറ്റമിനൊക്കെ വിഘടിച്ചിട്ട് തന്മാത്രകളാക്കണം. ഈ തന്മാത്രകളാക്കിയാണ് ചെടികൾക്ക് ഇതിനെ പലതാക്കി മാറ്റണം. പറഞ്ഞല്ലോ വളരെയധികം പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞില്ല. അങ്ങനെ വളരെയധികം പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ ഇവനെ പ്രോട്ടീനെ വിഘടിക്കണം. ആ വിഘടിക്കുന്ന പണിയാണ് ഈ എൻസൈമുകൾ ചെയ്യുന്നത്. എൻസൈമുകൾ വളരെയധികം ഗ്രൂപ്പുകളാണത്. എൻസൈമുകളുടെ ഗ്രൂപ്പുകളായിട്ട് അവർ പ്രവർത്തിക്കുന്നത്. ഈ ഗ്രൂപ്പുകൾ പ്രോട്ടീനെ വിഘടിക്കും, വൈറ്റമിനെ വിഘടിക്കും. വിഘടിച്ച വൈറ്റമിനെയും ഇതെല്ലാം ചേർന്നിട്ട് അവർ പുതിയ പ്രോട്ടീനുകൾ ഉണ്ടാക്കും. ചെടികളുടെ പല ആവശ്യങ്ങൾക്കും പ്രോട്ടീൻ ആവശ്യമാണ്. അങ്ങനെ പലതരം പ്രോട്ടീനുകൾ വേണം. ഞാൻ പറഞ്ഞില്ല ആയിരക്കണക്കിന് പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞില്ല. ചെടികൾക്ക് എപ്പോൾ ഏത് പ്രോട്ടീൻ വേണം എന്നുള്ളത് DNA-ക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ചെടികൾക്ക് ചിലപ്പോൾ കാറ്റടിക്കുമ്പോൾ, വേനൽക്കാലം കാറ്റടിക്കുമ്പോൾ അല്ല മരത്തിലെ വല്ല വീണിട്ട് വല്ല മുറി പറ്റുക, അല്ലെങ്കിൽ നമ്മൾ വല്ല മാറ്റി വയ്ക്കുമ്പോൾ ഇലകൾക്ക് മുറിയാറും പറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പരുക്ക് വെക്കും പറ്റുന്നുണ്ട്. പിന്നെ ചെടികൾ പൂക്കണമെങ്കിൽ അപ്പോൾ ഏത് സമയത്ത് ഏത് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന DNA-ക്ക് അറിയാം. DNA നിർദ്ദേശം കൊടുക്കും RNA-ക്ക്. അതിനനുസരിച്ചിട്ട് പ്രോട്ടീൻ ഇവിടെ ഉൽപ്പാദനം നടക്കുന്നു. അപ്പോഴാണ് പൂവൊക്കെ ഉണ്ടാവുന്നത്, പലതരം പൂവ് ഉണ്ടാവുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ വൈറ്റമിൻ്റെ ആവശ്യമാണ്. വൈറ്റമിനും പ്രോട്ടീൻ ഉണ്ട്. ഒരുപാട് അറിവുകൾ ഇപ്പോൾ മോനേട്ടൻ്റെ ഇരുന്ന് കിട്ടി. വളരെ സന്തോഷം. ഒരു ഓർക്കിഡ് എങ്ങനെയൊക്കെ വളർത്താന്നുള്ള അറിവാണ് ഇപ്പോൾ മോനേട്ടൻ നമുക്ക് പറഞ്ഞു തന്നത്. ചെറിയൊരു കിക്കീസ് തൊട്ടിട്ട് അത് പൂവിടുന്ന കാര്യങ്ങൾ വരെ ഇപ്പോൾ മോനേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു. എല്ലാവർക്കും ഇത് വലിയൊരു ഉപകാരമായിക്കാരം മോനേട്ടൻ്റെ ഈ ക്ലാസ്. ഇതിപ്പോൾ ബിഗ് പോട്ടിലാണ് ഇത് വന്നിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ മെയിനായിട്ട് ചോദിക്കുന്നത് ഈ ചകിരിയിലാണുള്ളത് വരിക, തായ്ലാൻഡിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ 4-5 പോട്ടിലൊക്കെ ആയിട്ട് വരും. ഇത് ബിഗ് പോട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമർ വാങ്ങിയിട്ട് ഇത് റീപോർട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചകിരി തന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ അത് വലിച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ വേറെ അവർ ഏത് ചട്ടിക്കാൻ മാറ്റുന്ന വെച്ചാൽ അതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ഇറക്കി വെച്ചാൽ മതിയോ? ഈ ചകിരി ഒഴിവാക്കണോ? കരിയിൽ മാത്രം വെക്കുക? എന്താണ് അതിനെക്കുറിച്ചൊന്ന്? ശരി, അത് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഇപ്പം ചെടി കണ്ടില്ലേ, ഇതിൻ്റെ ഗ്രോത്തൊക്കെ നോക്കിയാൽ എന്ത് രസമായിട്ട് ചെടി വരുന്നത് നോക്കിയാൽ. ഈ ബിഗ് പോട്ടിൽ ഇരിക്കുന്ന ഇതിൽ മുഴുവൻ ചകിരിയാണ്. ചകിരിയിൽ പാക്ക് ചെയ്ത് നമുക്കിതുപോലെ ചകിരിയിൽ പാക്ക് ചെയ്ത് വെക്കാം. ഒരു കാരണവശാലും എടുത്ത് കളയണ്ട. എടുത്ത് കളഞ്ഞിട്ട് യാതൊരു ആവശ്യമില്ല. ഇതിൽ ചെടി നിന്നോളും. ഇനി ചെടി ഇത് വലുതായി വന്നിട്ട് മറിഞ്ഞ് വീണ്ടൊരവസ്ഥ, കാറ്റടിക്കും മറിഞ്ഞ് വീണ്ടൊരവസ്ഥ വരും. ആ വരുമ്പോൾ വെയിറ്റുള്ള മൺചട്ടി, ആ മൺചട്ടിയിലേക്ക് മാറ്റുണ്ടോ. മാറ്റണ നേരത്ത് നിങ്ങൾ ഇതിൽ വേര് പിടിക്കാത്ത ചില ചകിരികളുണ്ടായിരിക്കും. അതിന് മാത്രം എടുക്കുക. വേര് പൊട്ടിച്ച് ഒരു കാരണവശാലും വേര് പൊട്ടിച്ചിട്ട് ചകിരി എടുത്ത് കളയാൻ പറ്റില്ല. ചകിരി ഇടയ്ക്കണ നേരത്ത് 1-2 വേര് പൊട്ടിന്ന് വരും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും ജീർണിച്ചതോ അല്ലെങ്കിൽ അടർന്ന് നിൽക്കുന്ന ചകിരികൾ മാത്രം എടുത്ത് മാറ്റിയിട്ട് മൺപോട്ടിലേക്ക് മാറാം. അപ്പോൾ അത് ചട്ടി കൂടുതൽ വലുപ്പം വന്നു, പിന്നെ വെയിറ്റ് വന്നു, കാറ്റടിച്ച മറന്നു വീഴില്ല, അത്രയും വേണ്ടു. അപ്പോൾ മാത്രം ഇത് വെച്ചിട്ട് വേറെ കരി മാത്രം ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി. ഒരു ഇപ്പം ഈ കണ്ടീഷനിൽ വയ്ക്കുമ്പോൾ നിങ്ങൾ വെള്ളം നിയന്ത്രിക്കുക. ആവശ്യത്തിന് നനവുണ്ടെങ്കിൽ നനയ്ക്കണ്ട. അല്ല വേണ്ട.
പിന്നെ ഇതിപ്പോ ഈ ചകിരിയിൽ നിന്നാൽ ഇതിൽ ഫംഗസ് വരും എന്നാണ് ആൾക്കാർ പറയുന്നത്. ഒരു കാരണവശാലും വരില്ല. ഇനിയിപ്പോ അല്ല രാസവളം കൊടുക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ വരില്ല. ചകിരി ഇങ്ങനത്തെ ഒന്നിട്ട് കുഴപ്പമൊന്നുമില്ല, ഒരു അബദ്ധമില്ല. പക്ഷെ ജൈവവളം കൊടുക്കുന്നത് അറിവുള്ളവർ ജൈവവളം കൊടുത്തോട്ട്, അറിവില്ലാത്തവർ ജൈവവളം കൊടുക്കണ്ട. ഇനി ജൈവവളം കൊടുക്കണ്ടെങ്കിൽ പൂർണ്ണമായത് ക്ലീൻ ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ തേങ്ങാവെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. തേങ്ങാവെള്ളം എത്ര ക്ലീനാണ്. ഈ ജൈവവളം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ വെള്ളം ഒരിക്കലും ക്ലീനായി കിട്ടുന്നില്ല. ആ ക്ലീൻ ആവാത്തതുകൊണ്ടാണ് അതിലത്തെ ഈ ഖരപദാർത്ഥം ഇവിടെ തങ്ങിയിരിക്കാൻ വരുന്നത്. അപ്പോൾ ജൈവവളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിച്ച് ക്ലീനായിട്ട് അരിച്ചിട്ട്, കമ്പനിക്കാരൊക്കെ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ എത്ര ഫിൽറ്റർ വെച്ചിട്ട് അത് അരിച്ചുകൊണ്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നത്. അതുപോലെ ചെയ്യണമെങ്കിൽ ജൈവവളത്തിന് യാതൊരു കുഴപ്പമില്ല. ഇതൊക്കെ മണ്ണിലേക്ക് കൊടുക്കാനുള്ളതാണ്. മണ്ണിലേക്ക് നമ്മൾ എങ്ങനെ കൊണ്ടിട്ട് കൊടുത്താലും കുഴപ്പമില്ല. മണ്ണിലെ സൂക്ഷ്മജീവികൾ അതിനെ സംസ്കരിച്ചിട്ട് പലതാക്കി മാറ്റും. അതാണ് പോട്ട് വേരുകൾ എടുക്കുന്നത്. ആ വേരെടുക്കാൻ വേണ്ടിയിട്ടാണ് വേരുകൾ ഇങ്ങനെ വേര് പടലങ്ങൾ ഇങ്ങനെ വലുതായി വലുതായി പടർന്നിങ്ങനെ പിടിക്കുന്നത്. ഇനി മോനായിട്ടൊരു സംശയം കൂടി. നമ്മൾ സ്ഥിരമായിട്ട് ജൈവവളം കൊടുക്കുന്ന ഒരു ഇത്, ഞാൻ സ്ഥിരമായിട്ട് ജൈവവളമാണ് കൊടുക്കുന്നത്. വല്ലപ്പോഴും ഒരു മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 1.5 മാസം 2 മാസം കൂടുമ്പോഴാണ് 19 കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഇനി സ്ഥിരമായിട്ട് നമ്മൾ ഈ എന്താണ് ഇത് കൊടുത്തിട്ടുണ്ട്, രാസവളം കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിന് എന്തെങ്കിലും ദോഷം വരുമോ? രാസവളം കൊടുത്തോളൂ നിങ്ങൾ. അല്ല, ജൈവവളം കൊടുക്കുന്ന ഒരു പ്ലാന്റിന് പെട്ടെന്ന് അത് മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഒരു അബദ്ധമില്ല. കഴിയുന്നതും ജൈവവളത്തിൽ നിന്ന് മാറി രാസവളത്തിൽ കൊടുക്കാൻ നോക്കിക്കോളൂ. ജൈവവളത്തിൽ അറിവുള്ളവർ ജൈവവളം കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. അവർ ആ വെള്ളത്തിന് വളരെ ക്ലിയർ ആക്കിയിട്ടുണ്ട് കൊടുക്കുന്നത്. ചെടികൾക്ക് എടുക്കാൻ കിട്ടണ്ടേ? നമ്മളിപ്പോ നമ്മുടെ പ്ലാന്റിനൊന്നും ഒരു കംപ്ലൈന്റും ഇല്ല, അതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ പശുമൂത്രം എടുക്കുകയാണ് നമ്മൾ. പശുമൂത്രം എടുത്തിട്ട് നമ്മൾ 10 ഇരട്ടി നമ്മളിപ്പോ പശുവിനെ കറക്കാൻ പോണ നേരത്ത് അവിടെ വെള്ളം തെളിക്കും, പശുമൂത്രം എടുക്കും. ആ നേരത്തെ എടുക്കുന്ന മൂത്രമാണെങ്കിൽ അത് നമുക്ക് 15 ഇരട്ടി വെള്ളം ചേർക്കണം. ആ സമയത്ത് പശുവിനെ വെള്ളം മൂത്രമൊക്കെ തൊട്ടിൽ പോയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ഡോസ് കുറവാണ്. കാരണം പശുവിനെ കുടിപ്പിക്കുന്ന വെള്ളം ചാണകം ഒക്കെ മിക്സായിട്ട് തൊട്ടിൽ വരുന്നത്. ആ പശുമൂത്രം എടുക്കാൻ നമ്മൾ 10 ഇരട്ടി വെള്ളം എടുക്കാനേ പാടുള്ളൂ. പിന്നെ പുളിപ്പിക്കാൻ വെക്കണമെങ്കിൽ കുറെ ദിവസം വെക്കുന്നതുകൊണ്ട് കൂടുതൽ വളം ഉണ്ടാവുന്നില്ല. പുളിപ്പിക്കാൻ 10 ഇരട്ടി തന്നെ കൊടുത്താൽ മതി. അതെ, പുളിപ്പിക്കുന്നോണ്ടെന്ന് വെച്ചാല് ഇതുണ്ടല്ലോ, പ്രതിരോധ ശേഷി കൂട്ടാന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വളം ഒന്നും കിട്ടുന്നില്ല. പുളിപ്പിക്കുന്നോണ്ടുള്ള ഗുണം പ്രതിരോധ ശേഷി കൂട്ടും. അത്രയും പുളിപ്പിക്കാൻ വെള്ളം ക്ലീൻ ആയിരിക്കണം. അപ്പൊ പശുമൂത്രം ക്ലീനാണ്, അതിൽ വെള്ളം ചേർത്തുമ്പോൾ അത് ക്ലീൻ ആക്കിയിട്ട്. അതുപോലെ ചാണകത്തിൽ കിട്ടൂല. ചാണകം നിങ്ങൾ എത്ര വെള്ളത്തിൽ കലക്കിയാലും അതിൻ്റെതായ ആ കരപദാർത്ഥം അവിടെ ഉണ്ടാവും. ആ വ്യത്യാസം ഞാൻ പറഞ്ഞാണ്. ചാണകത്തിൽ ചാണകത്തെളിയും പശുമൂത്രം തമ്മിൽ വ്യത്യാസം. പശുമൂത്രം ക്ലീനാണ്, ചാണകത്തിൽ എത്ര ക്ലീനായി കിട്ടില്ല. അതുപോലെയാണ് ഇപ്പം നിങ്ങളിപ്പോൾ മുരിങ്ങയില പറഞ്ഞതും. ഒരേ സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ കൊഴുപ്പ്, അത് പല ഘടകങ്ങളും അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും. ഇപ്പം നമുക്ക് പോട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഇതിന് കംപ്ലൈൻറ്റ് വന്നാൽ എന്തൊക്കെ കൊടുക്കണമെന്നും ഇതിന് എന്തൊക്കെ മൂലകങ്ങളാണ് വേണ്ടതെന്നും ഇതിൻ്റെ വളങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ മോഹനേട്ടൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. ഇതേപോലത്തെ വളങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കെമിക്കൽ ചെയ്യുന്നവർ കെമിക്കലൊന്ന് വാങ്ങി അടിച്ച് നോക്കൂ. സാധാരണ ജോലിക്കാർക്കൊക്കെ ഈ കെമിക്കലാണല്ലോ യൂസ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്കാം. നമ്മളൊക്കെ പിന്നെ ജൈവവളം മാത്രം കൊടുത്ത് വളർത്തുന്നവരാണ്. നമ്മളതിനും കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഈ മൂലകങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇവർ ചകിരി മുറിക്കുന്ന രീതിയാണത് കേട്ടോ. നല്ല ഒരു മെഷീനൊക്കെ ഉണ്ടാക്കിയിട്ട് ചകിരി അതിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു മെഷീൻ കൊണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്യുകയാണ്. അതങ്ങനെ കട്ട് ചെയ്ത് കണ്ട് അതിൻ്റെ നടു മുറിച്ചതിൻ്റെ ശേഷം അതിൻ്റെ അറ്റം കൂടി മുറിച്ചതിൻ്റെ ശേഷമാണ് അത് ചതച്ച് വെള്ളത്തിലിട്ടിട്ടാണ് ചെടി പോട്ട് ചെയ്യുന്നത് കേട്ടോ. അതെങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, അത് നമ്മൾ കാണുക കേട്ടോ. ഇങ്ങനെയുള്ള ചകിരി എടുത്തിട്ട് അതൊന്ന് ചതക്കണം. ആദ്യം ചതച്ചിട്ട് ഇതുപോലെ ഒരു പ്ലാന്റ് എടുക്കുക. ഇത് നമ്മൾ സാധാ കിക്കീസാണ്. ചെറിയ കിക്കി എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഈ ചകിരി വെച്ച്, ആ ചതച്ച ചകിരി വെച്ചിട്ട് വേര് മുകളിലാക്കിയിട്ട് വേണം വെക്കാൻ കേട്ടോ. ഉണ്ടല്ലേ? എന്നിട്ട് ആ പോട്ടിക്ക് കണക്കാക്കി നമ്മൾ വെച്ചതിന് ശേഷം ആ പോട്ടിൽ വെച്ച് അമർത്തുക. ആ ടേഗൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ആ പോട്ടിൽ വെച്ചൊന്ന് അമർത്തുക കേട്ടോ. എന്നിട്ട് ആ ലീഫ് പൊന്തിച്ച് നോക്കിയാൽ അത് ചാടരുത്. കണ്ടില്ലേ? അപ്പോൾ കറക്റ്റായി നിന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് പോട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക.
ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.